പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന സന്ദേശം ഉയർത്തിയുള്ള ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഗ്രാമസഭ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. 2026 വന്ന സുപ്രീം കോടതിയുടെ ഖരമാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഈ ഭൂമി നാളത്തെ തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മാലിന്യം നിക്ഷേപിച്ച് ഭൂമിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണം. അതിന് ഓരോ വ്യക്തിയും, ഓരോ വ്യാപാര സ്ഥാപനവും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണകർത്താക്കളും നേതൃത്വം നൽകണം എന്ന വ്യക്തമായ ഉത്തരവാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക ഗ്രാമസഭാ യോഗം വിളിച്ചുകൂട്ടുകയും മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്തമാണെന്ന അവബോധം സൃഷ്ടിക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശം പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ഒപ്പം വ്യാപാരി, വ്യവസായി, ഹരിതകർമ്മ സേന, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയവരുടെ യോഗം വിളിച്ചുകൂട്ടി പ്രത്യേക ഗ്രാമസഭ ആക്കിയത്. ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഗ്രാമസഭാ യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ അധ്യക്ഷയായിരുന്നു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷിജു സ്വാഗതം ആശംസിക്കുകയും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനമാണെന്ന് നമ്മൾ ഇതുവരെ കരുതിയ മാലിന്യ സംസ്കരണം അവരവരുടെ ഉത്തരവാദിത്തമാണെന്ന കൂടി വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ വിധിയെ മറികടക്കാൻ ശ്രമിക്കുന്നവർക്ക് കർശന നടപടികളും നേരിടേണ്ടി വരും എന്നും ജൈവ, അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകാൻ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും കൃത്യമായി ശ്രദ്ധിക്കണം എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ആരുടെയൊക്കെ കടകളുടെ മുമ്പിലാണ് കച്ചവട സ്ഥാപനത്തിന് മുമ്പിൽ കിടക്കുന്ന അവർക്കെല്ലാം പിഴ ചുമത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ പിഴയില്ല, ആദ്യം പറഞ്ഞു നോക്കുക. രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് അവരുടെ കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുക, വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കട്ട് ചെയ്യുക, അവസാനമായിട്ട് ലൈസൻസ് ക്യാൻസൽ ചെയ്യുക, അടുത്ത ഘട്ടമായിട്ട് കട സ്ഥാപനം പൂട്ടുക എന്നത്. ഇതേ രീതി തന്നെയാണ് ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങളിലേക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുമ്പോൾ രാഷ്ട്രീയക്കാര് ജനപ്രതിനിധികൾ ഇടപെടാതിരിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിക്ക് എത്രമാത്രം ജുഡീഷ്യറി പവർ ഉണ്ടോ ആ പവറുള്ള സമിതികളെയാണ് സ്റ്റേറ്റിലും ജില്ലയിലും ബ്ലോക്കിലും ചുമതലപ്പെടുത്തി. യോഗത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.